ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലെ, അതായത് ദിലോം കാ മിലൻ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ കുറച്ച് പഠിച്ചു. ദില്ലിമേം ഉനീന്ത എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ബാലൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വഹ ചൽത്താ ഹേ, ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഖാസി ശുരു ഹോ ജാത്തി ഹേ. मालूम नहीं उसे ठंड लग रही है या हम ट्रैफिक की दमखोंडू के बीचों बीच आ गए हैं। हमने 2 मोड़ पार कर लिए हैं, लेकिन न उसकी खांसी रुकती है न उसका ऑटो। इसके बाद ही मैं उसका चेहरा देखती हूँ ഡ്രൈവിംഗ് ഐനെ മേ. അപ്പൊ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വഹ ചൽത്താ ഹേ, അങ്ങനെ ഓട്ടോ സ്റ്റാർട്ടായി. ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഖാസി ശുരു ഹോ ജാത്തി ഹേ. അപ്പൊ എന്താണ് പറയുന്നത്? അങ്ങനെ ഓട്ടോ സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ എന്താണ്, ആ വ്യക്തി ഇങ്ങനെ ചുമയ്ക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഖാസി മീൻസ് ചുമ. മാലൂം നഹി ഉസേ ठंड लग रही है या हम ट्रैफिक की दमघोंटू के बीचों बीच आ गए हैं. അപ്പോൾ നമ്മുടെ യാത്രക്കാരി പറയാണ്, അറിയില്ല ആ വ്യക്തിക്ക് ठंड लग रही है, ആ വ്യക്തിക്ക് തണുപ്പ് അനുഭവപ്പെട്ടിട്ടാണോ, അതോ യാ ഹം ട്രാഫിക് കി ദംഖോണ്ടു കെ ബീച്ചോം ബീച്ച് ആ ഗയേ ഹെ. അപ്പോൾ എന്താണ്, അറിയില്ല ആ വ്യക്തിക്ക് തണുപ്പ് അനുഭവപ്പെട്ടിട്ടാണോ അതോ നമ്മൾ ഇങ്ങനെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ആ പുള്ളിക്കാരൻ ഇങ്ങനെ ചുമക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. हमने 2 मोड़ पार कर लिए हैं, लेकिन न उसकी खांसी रुकती है न उसका ഓട്ടോ. അപ്പോ എന്താണ്, हमने 2 മോഡ് പാർ കർ ലിയേ ഹെ. അപ്പോ നമ്മള് 2 വളവുകൾ കടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ലേക്കിൻ ന ഉസ്കി ഖാസി രുക്തി ഹെ ന ഉസ്ക ഓട്ടോ. അപ്പൊ ഇങ്ങനെ 2 വളവ് കടന്നു കഴിഞ്ഞു, പക്ഷെ ആ വ്യക്തിയുടെ, അതായത് ആ ഓട്ടോ ഡ്രൈവറിന്റെ ചുമയും നിന്നിട്ടില്ല. ന ഉസ്ക ഓട്ടോ, അതുപോലെ തന്നെ ഓട്ടോയും നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇസ്കെ ബാദ് ഹി മേ ഉസ്ക ചെഹറ ദേഖ്തി ഹൂം. എന്താണ്, അപ്പോൾ രണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ചുമയും നിന്നിട്ടില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോയും എങ്ങും നിൽക്കുന്നില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇസ്കെ ബാദ് ഹി മേ ഉസ്ക ചെഹ്റ ദേഖ്തി ഹൂം. ഇതിനു ശേഷം മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖം കാണുന്നത് എന്നാണ് നമ്മുടെ യാത്രക്കാരി, അതായത് ലേഖിക പറയുന്നത്. ഡ്രൈവിംഗ് ഐനേമേം, എവിടെ എവിടെ ഏതിലൂടെയാണ് അപ്പോൾ യാത്രക്കാരി അദ്ദേഹത്തെ കണ്ടത്? ഡ്രൈവിംഗ് മിററിലൂടെയാണ് അദ്ദേഹത്തെ കണ്ടത്. മനസ്സിലായോ? യഹ് കാസി കബ് സെ ഹേ മേ പീछे बैठी पूछती हूँ होगी कोई 10-12 साल से. അപ്പോ നമ്മുടെ ലേഖിക ഡ്രൈവറിനോട് ചോദിക്കുകയാണ്, യഹ് ഖാസി കബ് സെ ഹേ. അപ്പൊ എന്താണ്, നമ്മുടെ ലേഖിക ആരാണ്? ഗഗൻഗിൽ ഡ്രൈവറോട് ചോദിക്കുകയാണ്, യഹ് ഖാസി കബ് സെ ഹേ, എത്ര നാളായി ഈ ചുമ തുടങ്ങിയിട്ട്? മേ പീछे बैठी पूछती हूँ. അപ്പോൾ നമ്മുടെ യാത്രക്കാരി ഇങ്ങനെ ബേക്കിൽ സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഓട്ടോ ഡ്രൈവറോട് ചോദിക്കുകയാണ്, എത്ര നാളായി ഈ ചുമ തുടങ്ങിയിട്ട്? ഹോഗി കോയി 10-12 സാൽ സെ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയാണ്, ഒരു 10-12 വർഷമായിട്ടുണ്ട് എന്ന് പറയാണ് ഈ ചുമ തുടങ്ങിയിട്ട്. കിസി ഡോക്ടർക്കോ നഹി ദിഖായ. അപ്പൊ നമ്മുടെ യാത്രക്കാരി വീണ്ടും ചോദിക്കുകയാണ്, അതായത് ഗഗൻഗിൽ വീണ്ടും ചോദിക്കുകയാണ്, ഡോക്ടർ ഒന്നും കാണിച്ചില്ലേ? അപ്പൊ എന്താ ഡ്രൈവർ പറയുന്നത് നമുക്ക് നോക്കാം. പൈസ ഭി തോ ചാഹിയേ ഉസ്കെ ലിയേ. പൈസ ഭി തോ ചാഹിയേ ഉസ്കെ ലിയേ, അതിനു വേണ്ടിയിട്ട് പൈസ വേണ്ടേ എന്നാണ് ഡ്രൈവർ ചോദിക്കുന്നത്. ഹമാരി ബാത്ചീത് ടൂട്ട് ജാത്തി ഹേ, सड़क के दोनों और ट्रैफिक जा रहा है, सारी दुनिया कार्य व्यापार में लगी है, रुपये का सिक्का सबको दौड़ा रहा है, किसी के हिस्से में कम किसी के हिस्से में ज्यादा, उसका दम फिर फूल रहा है. അപ്പൊ എന്താണ്, അപ്പോ നമ്മുടെ യാത്രക്കാരി ചോദിച്ചു, ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു, അതിന് പൈസ വേണ്ടേ എന്ന് ചോദിച്ചു. ബാക്കി എന്താ നോക്കാം. ഹമാരി ബാത്ചീത് ടൂട്ട് ജാത്തി ഹേ. അപ്പോ നമ്മുടെ സംഭാഷണം, അതായത് കോൺവെർസേഷൻ അവിടെ അതിന്റെ ഇടയിൽ ഇങ്ങനെ മുറിഞ്ഞു പോവുകയാണ് എന്നാണ് പറയുന്നത്. സടക്കെ ദോനോം ഔർ ട്രാഫിക് ജാ രഹാ ഹേ. ആ, ആ റോഡിന്റെ 2 വശത്തും ഇങ്ങനെ ട്രാഫിക് ആണ്.
സാരി ദുനിയ കാര്യ വ്യാപാരമേ ലഗി ഹെ. ആ, എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. പൈസക്ക് വേണ്ടിയിട്ട് എന്താണ്, റുപ്പയെ കാ സിക്ക സബ്കോ ദൗഡാ രഹാ ഹെ. ആ, പൈസക്ക് വേണ്ടിയിട്ട് എല്ലാരും ഇങ്ങനെ ഓടുകയാണ്. പൈസക്ക് വേണ്ടിയിട്ടാണ് എല്ലാരും ഓടുന്നത് അല്ലേ. കിസിക്കെ ഹിസ്സേമേ കം കിസിക്കെ ഹിസ്സേമേം സിയാദ. അപ്പം എന്താണ്, എല്ലാരും നമ്മള് നേരം വെളുത്ത ഓട്ടപ്പാച്ചിലാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ചിലർക്ക് അത് കൂടുതൽ കിട്ടുന്നു, ചിലർക്കാണെങ്കിലോ കം. ഹിസ്സേമേ കം, ചിലർക്ക് അത് കുറച്ചേ കിട്ടുന്നുള്ളൂ, ചിലർക്കത് കൂടുതൽ കിട്ടുന്നു. ഉസ്കാ ദം ഫിർ ഫൂൽ രഹാ ഹെ. അപ്പൊ എന്താണ്, ഈ ഡ്രൈവറിന് പിന്നെയും ഇങ്ങനെ ശ്വാസം മുട്ടുവാണ്. ആപ് ദില്ലി കബ് ആയേ ഥേ. അപ്പൊ എന്നിട്ട് നമ്മുടെ ആരാണ് ചോദിക്കുന്നത്, നമ്മുടെ ലേഖിക ചോദിക്കുകയാണ്, ആപ് ദില്ലി കബ് ആയേ ഥേ. എപ്പോഴാണ് ഡൽഹിയിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയാണ് 1979 1979 ദില്ലിയിൽ വന്നതെന്നാ പറയുന്നത്. ഘർ കഹാ ഹെ ആപ്ക. അപ്പൊ നമ്മുടെ ലേഖിക വീണ്ടും ചോദിക്കുകയാണ്, താങ്കളുടെ വീട് എവിടെയാണ്. യഹി ഹെ വഹ മുझे ഓട്ടോ കെ ഐനെ മേ സെ ദേഖ്താ ഹെ ജ്യോ ഘർ ആയേ മെഹ്മാൻ കോ ദേഖ് രഹാ ഹോ. അപ്പോ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയാണ്, യഹി ഹെ, ഇവിടെ തന്നെയാണ്. വഹ മുझे ഓട്ടോ കെ ഐനെ മേ സെ ദേഖ്താ ഹെ. എന്നിട്ട് ഓട്ടോയുടെ ഇങ്ങനെ മിററിലൂടെ എന്നെ നോക്കുന്നുണ്ട്. മിറർ ഏതാണെന്ന് മനസ്സിലായില്ലേ മക്കളെ. ആ ഡ്രൈവറിന്റെ ബേക്കിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ടുള്ള മിററിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ മിററിലൂടെ തന്നെയാണ് നമ്മുടെ ലേഖിക ആരുടെ മുഖം കണ്ടതും, ഡ്രൈവറിന്റെ മുഖം കണ്ടതും. ജ്യോം ഘർ ആയേ മെഹ്മാൻ കോ ദേഖ് രഹാ ഹോ. അപ്പൊ അങ്ങനെ ആ മിററിലൂടെ നോക്കി. എങ്ങനെയാണ് ആ മിററിലൂടെ നോക്കിയത്, തന്റെ വീട്ടില് വന്ന ഒരു അതിഥിയെ നോക്കുന്നത് പോലെയാണ് അദ്ദേഹം, ആ ലേഖികൻ ആ മിററിലൂടെ നോക്കിയത്. മനസ്സിലായോ. ആപ്കാ മത്ലബ് ഹേ ആപ് തബ് സെ സടക് പർ ഹി ഹെ. ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഗഗൻഗിൽ ചോദിക്കുകയാണ്, അപ്പോൾ താങ്കൾ പറയുന്നത് ആ ഒരു സമയം തൊട്ടേ ഈ റോഡിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണോ. ഹാ. അപ്പോ അദ്ദേഹം പറയും, അതെ. यानी उसे बिना सोए 14 साल बीत गए. मैं यह तो बता सकती हूँ कि वह गरीब है, कि उसके पास पूरे कपड़े नहीं है, कि वह किसी भी ऐसे व्यक्ति जैसा लगता है जो फाके का अभ्यस्त हो, लेकिन बेघर बेघर तो वह कहीं से नहीं लगता. അപ്പോ എന്താണ്, യാനി ഉസ്കെ ബിനാ സോയെ 14 സാൽ ബീത് ഗയെ. അപ്പോ ഈ വ്യക്തിയെ കണ്ടിട്ട് നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. എന്താണ്, അതായത് അവൻ 14 വർഷമായിട്ട് ഇങ്ങനെ ഉറങ്ങാതെ കഴിഞ്ഞിരിക്കുന്നു. മേ എഹ്തോ ബെതാ സക്തി ഹും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്താണ്, ഈ വ്യക്തിയെ കണ്ടിട്ട് നമ്മുടെ യാത്രക്കാരിക്ക് ഒരു കാര്യം പറയാനായിട്ട് കഴിയും. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഞാനത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു വെച്ചു. कि वह गरीब है, कि उसके पास पूरे कपड़े नहीं है, कि वह किसी भी ऐसे വ്യക്തി जैसा लगता है जो फाके का अभ्यस्त हो. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്, വഹ് ഗരീബ് ഹെ. എന്തെന്ന് വെച്ചാൽ ആ വ്യക്തി ദരിദ്രനാണ്. കി ഉസ്കെ പാസ് പൂരെ കപ്പടെ നഹി ഹെ. ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തിക്ക് ആവശ്യത്തിന് ഉള്ള വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. कि वह किसी भी ऐसे व्यक्ति जैसा लगता है जो फाके का अभ्यस्त हो. പിന്നെന്താണ്, അതായത് കീറിയ സെറ്ററൊക്കെ ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ കണ്ടു അല്ലേ. ആ വ്യക്തിയെ കാണുമ്പോൾ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ പട്ടിണി കിടന്ന് നല്ല ശീലം ഉണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ലേക്കിൻ ബേഘർ ബേഘർ തോ വഹ് കഹീ സെ നഹി ലഗ്ത. ലേക്കിൻ ബേഘർ എന്ന് വെച്ചാൽ പക്ഷെ വീടില്ലാത്തൊരു വ്യക്തിയോ എന്നാണ് ചോദിക്കുന്നത്. ഘർ വീട്, ബേഘർ വീടില്ലാത്ത വ്യക്തി. ബേഘർ തോ വഹ് കഹീ സെ നഹി ലഗ്ത. പക്ഷെ വീടില്ലാത്തൊരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. आपका मतलब आप इस 3 फीट ലംബി പിച്ചലി സീറ്റ് പർ സോത്തെ ഹെ. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത്
3 ഫീറ്റ് ലെംബി പിച്ചിലി സീറ്റ്, അതായത് ഈ 3 അടി നീളമുള്ള പിൻ സീറ്റിലാണ് ഉറങ്ങുന്നത് എന്നാണ് നമ്മുടെ ലേഖിക ഡ്രൈവറിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഡ്രൈവർ എന്താ പറയുന്നത്? ഹാ, അതെ. ഔർ ആപ്കി ചീസേ, അപ്പോൾ പിന്നെ നിങ്ങളുടെ സാധനങ്ങളോ എന്ന് നമ്മുടെ ലേഖിക ചോദിക്കുന്നു. ഉൻപർ ആപ് ബൈട്ടി ഹേ. അപ്പൊ നമ്മുടെ ഡ്രൈവർ പറയാണ്, നിങ്ങൾ അതിന് മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ എന്നാണ് പറയുന്നത്. മനസ്സിലായ എൻ്റെ മക്കൾക്ക് ഇതുവരെ? അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഓക്കെ. അപ്പോൾ മെസ്സേജ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.